ഹലോ ഗൈസ്, അങ്ങനെ കൽക്കി കണ്ടിറങ്ങി. എനിക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതില് സസ്പെൻസ് പിന്നെ ഞാൻ പറഞ്ഞേക്കാം, സെക്കൻഡ് പാർട്ട് ഉണ്ട് ഗൈസ്. അത് വരെ എനിക്ക് ഇത്തിരി വിഷമം തോന്നി. കാരണം സസ്പെൻസ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുമ്പോ ഇനി ഇത് എപ്പോ ഇറങ്ങാം സെക്കൻഡ് പാർട്ട് അറിയില്ല, നോ ഐഡിയ. ലിറ്ററലി നമ്മുടെ ഈ ആക്ച്വലി സത്യം പറഞ്ഞ ഈ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ എടുത്തിട്ടുണ്ട്. മറ്റേ ഇൻഫിനിറ്റി വോർ കണ്ടിട്ടുണ്ടോ? ഇൻഫിനിറ്റി അങ്ങനത്തെ ഒരു ഫീലിലേക്ക് ഇതാക്കി വെച്ചേക്കുന്നത് സംഭവം. ആക്ച്വലി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ബാഹുബലിയും സലാറൊക്കെ കഴിഞ്ഞിട്ട് ഗുഡ് നെക്സ്റ്റ് നല്ല ഇത് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കാനുള്ള എല്ലാ സ്കോപ്പും കാണുന്നുണ്ട്. ഇതിന്റെ ബഡ്ജറ്റ് ഇരിക്കുന്ന 600 കോടിയാ. 600 കോടിക്കുള്ള യൂട്ടിലൈസേഷനും എഫക്ട്സും VFX ഒക്കെ. VFX എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴും അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, പക്ഷെ സിനിമ കണ്ടപ്പോ കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് ഒരു സീൻ ഉണ്ടായിരുന്നു, ബാറ്റിൽ സീൻ. അതിൽ VFX എനിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം അതിൽ അമിതാഭ് ബച്ചന്റെ ഫേസ് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്, അതെനിക്ക് ഇതായില്ല. ബാക്കിയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ് ട്രെയിലർ. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള, ഐ ലവ്ഡ് അമിതാഭ് ബച്ചൻ മോർ ദാൻ. കാസ്റ്റ് 1 by 1 വരും. സ്റ്റാർട്ടിങ് അമിതാഭ് ബച്ചൻ, ഒബിയസ്ലി മെയിൻ ക്യാരക്ടർ അമിതാഭ് ബച്ചൻ തന്നെയാണ്. അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദീസ് ടു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന പിവിറ്റൽ റോൾ ഇരിക്കുന്നത് ദീപിക പടുക്കോൺ പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. പിന്നെ നമുക്ക് കുറെ സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്, നമ്മള് പ്രതീക്ഷിക്കാത്ത വിചാരിക്കാത്ത ആൾക്കാരെ. കാസ്റ്റ് ലിസ്റ്റ് ഓൾറെഡി ഓൺലൈൻ ഉണ്ട്, നമ്മൾ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, സ്പോയിലർ ഒന്നും ആവില്ല. ഓരോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ദുൽഖറിന്റെ DKന്റെ എൻട്രി ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്രതീക്ഷിക്കാത്ത ദുൽഖർ ആക്ച്വലി സ്റ്റോറി പറയില്ല, ഞാൻ സ്റ്റോറി പറഞ്ഞു ഇൻഡയറക്ട്ലി. പിന്നെ ഉള്ളത് നമ്മുടെ അനാബനില്ലേ, മലയാളി നമുക്ക് പരിചയമുള്ള കുംബ്ലൈങ് നൈറ്റ്സ് എന്നൊക്കെ പരിചയമുള്ള അനാബൻ. അവള് നല്ലൊരു പോർഷൻ തന്നെ കൊടുത്തേക്കും. നല്ല പോർഷൻ ഉണ്ട് ആൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവള് മറ്റേ ബൈക്ക് എന്താ പറയാ, എനിക്ക് പേര് ഇല്ല. നല്ല ടെക് ഒക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് വെപ്പൻസും ആ ഒരു 28 ആ ഒരു എറയിലേക്ക്. വൺ മോർ തിങ് ഇസ് ദ ഡീറ്റെയിലിംഗ്. അവർ ഫോക്കസ് ചെയ്തേക്കുന്ന അടിപൊളി. ആൻഡ് ദ വേൾഡ് ദാറ്റ് ദേ ഹവ് ക്രിയേറ്റഡ് അടിപൊളിയായിട്ട്. വെരി മച്ച് നിങ്ങൾക്ക് ആ ഒരു ഒഡ്യൂസേ നമ്മളിപ്പോ കാണുന്ന പോലെയല്ല, ആ 2088 ആ ഒരു എറയിലേക്ക്. അതെ, ഇവര് പണ്ടത്തെ മഹാഭാരതം ആ യുദ്ധവും പ്ലസ് ഒരു 6000 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ടെക്നോളജിന്റെ എൻഹാൻസ്മെന്റ് ഇല്ല, അത് രണ്ടും മേർജ് ചെയ്തിട്ട് നല്ലൊരു സ്റ്റോറി. എനിക്ക് സ്റ്റോറി ലൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ വെരി ഗുഡ് എഫേർട്ട്, എ ഗുഡ് ടേക്ക് ഓൺ ദിസ് തിങ്, ദ മൂവി മേക്കിംഗ്. ദ തിങ് ഈസ്, പല പടങ്ങളും 350 കോടി 500 കോടിയുടെ ബഡ്ജറ്റിൽ പല പടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്തിനാ പൈസ ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഐ തിങ്ക് ദേ യൂസ് ദ മണി വെരി എഫക്റ്റീവ്ലി ഓൺ ദ കാസ്റ്റിംഗ് ആൻഡ് ഓൺ ദ ടെക് ഓറിയന്റഡ് പാർട്ട്. ആൻഡ് പടം ഇറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ്. ഞങ്ങൾ സ്റ്റാർട്ടിങ് 3D കാണണം വേണ്ടെന്ന് ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ പ്രോബ്ലി 3D കണ്ട 3D ബെറ്റർ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയാനെ. ഞങ്ങൾ 2D പടം കണ്ടത്, അതിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിംഗ് 3 VFX ഇത് കുറവ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഡെവലപ്പ് ചെയ്ത സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസ് പറഞ്ഞ പോലെ വിഷ്വൽസ് ഒക്കെ എല്ലാം കൊണ്ടുവന്നു. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിന് നല്ലൊരു എന്താ പറയാ, പണ്ടത്തെ സ്റ്റോറിനെ നമ്മൾ എൻഹാൻസ് ചെയ്തിട്ട് കുറെ സാധനങ്ങളൊക്കെ ടെക് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു വൈബ് കിട്ടില്ല. തന്നെ പറഞ്ഞ പോലെ കുറെ ടെക്നോളജീസ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വെപ്പൺസ് ആയാലും അവര് യൂസ് ചെയ്യുന്ന മെഷീൻ ഇതായാലും. പിന്നെ നമ്മള് കുറെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ഹോളിവുഡ് മൂവീസ് കാണുകയാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ നമ്മുടെ അവെഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ കുറെ ഇൻസ്പയർഡ് സാധനങ്ങൾ നമ്മൾ കാണാൻ കിട്ടും. അതൊക്കെ പക്ഷെ യു വോണ്ട് ഫീൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയണ, അവർ നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. സോ യു ലൈക്ക് ഇറ്റ്. ആൻഡ് സ്റ്റോറിയുടെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it starts slowly, then it builds up, and ഇന്റർവ്യൂൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലോട്ട് ഇറ്റ്സ് ജാം പാക്ഡ്. ആ ഒരു പഞ്ച് കൊടുക്കുന്നുണ്ട്. സോ പിന്നെ ഒബിയസ്ലി നമുക്ക് കാശ്മീർ വിട്ടുപോയി കമൽഹാസൻ. ഓ മൈ ഗോഡ് അത് ഞാൻ പറയാൻ മറന്നു. ബ്രില്യന്റ്, ഭയങ്കര ഇതല്ല, പക്ക വില്ലൻ. അതെ, ഈ സിനിമയിലത്തെ വില്ലൻ കമൽഹാസനാണ്, മെയിൻ വില്ലൻ. ഞാനൊരു കാര്യം എന്തായാലും പറയാം, ദിസ് മൂവി ഈസ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പടം ഉണ്ടല്ലോ, അത് വേറെ ലെവലിലേക്ക് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം. നമുക്ക് അവെഞ്ചേഴ്സ് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് എൻഡ് ഗെയിം മറ്റേ ഫൈനൽ ബാറ്റിൽ സെക്കൻഡ് പാർട്ടിലെല്ലാം കൊണ്ട് വെച്ചേക്കുന്നത് ആ ഫീലാണ് ഇപ്പൊ ഇതിലും വെച്ചേക്കുന്നവര്. സോ ലിറ്ററലി ഇവര് മുടക്കി 600 കോടി രൂപ വർത്ത്. വെരി വെൽ വർത്ത് ഇറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇന്നെന്തോ ഭാഗ്യത്തിന് നമുക്ക് ടിക്കറ്റ് എല്ലാം കിട്ടി. ഐ ഡോണ്ട് തിങ്ക് സോ ഗോയിങ് ഫോർവേഡ് ഈ ടിക്കറ്റിനുള്ള റഷ് എന്തായാലും കാണുമെന്ന് ഉറപ്പാണ്. കൽക്കി ഫോർ ഷുവർ ഹൗസ്ഫുൾ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 100 days എന്തായാലും മിനിമം ഓടും ഇത് സിനിമ. കാരണം
ഇതിൽ അത്ര എലിമെന്റ്സ് ഉണ്ട്, അത്ര കാസ്റ്റ് ഉണ്ട്. ആ കാസ്റ്റുകൾ വരുമ്പോ തന്നെ ഒരു നല്ലൊരു വൈബ്. ഞങ്ങള് ഹിന്ദി വേർഷനാണ് കണ്ടത്. അപ്പോ നമുക്ക് അത് കണ്ടിട്ടും എനിക്ക് എന്താ പറയാ ലിറ്ററലി എന്താ പറയാ, ആ കാസ്റ്റ് സ്ക്രീനിൽ കാണുമ്പോ തന്നെ നല്ല വൈബാണ്. അതുപോലത്തെ ആ കാസ്റ്റിന്റെ കേസ് പറഞ്ഞു, അതിനകത്തൊരു സ്പെഷ്യൽ അപ്പിയറൻസ് രാജ്മൗലിയുടെ ഉണ്ട്. അത് വന്നിട്ടൊരു ഡയലോഗ് ഒക്കെ അടിക്കുന്നില്ല. അത് 5 വർഷത്തേക്ക് തന്നെ നോക്കി. അത് ബേസിക്കലി മറ്റേ ബാഹുബലിയുടെ ടൈം പീരീഡ് എടുക്കുന്ന പോലെ. അപ്പൊ അതുപോലത്തെ പ്രവാസം പറഞ്ഞു, ഞാൻ വിട്ടോടില്ല ഇനി പെട്ട എന്റെ 10 വർഷം മൂന്നാം ഡയലോഗ് അടിച്ചിട്ടാണ്. സോ കുറെ പൺ ഇന്റൻഷൻസ് ഉണ്ട്. അതൊക്കെ നല്ല ക്യാമിയോ, നല്ല ആക്ച്വലി പ്രഭാസ് ഹാസ് പ്രസന്റഡ് ഹിംസെൽഫ് ഇൻ എ വെരി കോമിക്കൽ ക്യാരക്ടർ ആൻഡ് not very comical, but he's would you say portrayed that character very jovial this thing. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കോമഡി അത്യാവശ്യം സ്ലാപ്സ്റ്റിക് അല്ല, പക്ഷെ it's a very good this thing. പിന്നെ യൂഷ്വൽ തെലുങ്ക് പടത്തില് ഇപ്പൊ എനിക്ക് ഫീൽ അടിച്ചു കേട്ടോ, പ്രഭാസിന് ഇൻട്രോ സീൻ ഇത്തിരി വലിച്ചു നീട്ടി, അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഫീൽ അടിച്ചു. കാരണം പടം മൊത്തം 3 മണിക്കൂർ, ഫസ്റ്റ് പാർട്ട് തന്നെ 3 മണിക്കൂർ, ഓബിയസ്ലി സെക്കൻഡ് പാർട്ട് ഇത് 3 മണിക്കൂർ തന്നെ ഉണ്ടാവും. അപ്പൊ അവര് ഇങ്ങനത്തെ ചില ഏരിയാസ്, അതായത് നമ്മുടെ ഈ തെലുങ്ക് പടം ബേസ് തെലുങ്ക് ആണല്ലോ, അപ്പൊ ആ പടത്തിലുള്ള ഹീറോന്റെ ഇൻട്രോ, അങ്ങനത്തെ കാസ്റ്റ് ഇൻട്രോ ഒക്കെ വരുമ്പോൾ ഇത്തിരി വലിച്ചു നീട്ടിലുണ്ടായിരുന്നു. എന്നാലും ഓവറോൾ നോക്കുമ്പോ സാറ്റിസ്ഫൈഡ് പടം. ആ ഒരു കാര്യം ഞാൻ 3 മണിക്കൂറിലായിരുന്നു എനിക്ക് തോന്നിയില്ല. ഇനിഷ്യൽ ഒരു സ്റ്റാർട്ടിങ് ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡോണ്ട് മൈൻഡ് വാട്ട് ദ ടൈം ഇസ്, ബട്ട് ദ മൂവി there were elements that was there to നമ്മളെ ആ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് വെക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. ഇറ്റ്സ് സിമ്പിൾ ആയിട്ട് പറയുള്ളൂ, മസ്റ്റ് വാച്ച് പടം തന്നെ. കുറെ എലിമെന്റ്സ് നമുക്ക് ചോദിക്കുമ്പോൾ അതെന്താ അവിടെ മിസ്സിംഗ് അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നല്ല പടം, വേർത്ത് ആണ് എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഓഡിയൻസ് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യണ്ടെങ്കിൽ വേർത്ത് ആണ്, പെട്ടെന്ന് കാണാം. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പടം. അപ്പോ താങ്ക് യു.